ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് TDA 2030 ബേസ്ഡ് 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കുക. യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് TDA 2030 ബേസ്ഡ് 5 ചാനൽ ആംപ്ലിഫയർ ബോർഡ്. ഈ ഒരു ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഇതിലേക്ക് വേണ്ടുന്ന റെക്ടിഫയർ സെക്ഷൻ സെയിം സർക്യൂട്ടിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 10 ആംപിയറിൻ്റെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും ഫിൽറ്ററിങ്ങിന് വേണ്ടി 2200 മൈക്രോഫാർഡ് 25 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ സപ്ലൈ റെക്ടിഫയർ വരുന്നതാണ്. നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അതായത് AC വോൾട്ടേജ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു കണക്ടറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിലേക്ക് വേണ്ടുന്ന പവർ സപ്ലൈ 12012 AC 3 to 5 ആംപിയർ അല്ലെങ്കിൽ മാക്സിമം ഒരു 7 ആംപിയർ ഒക്കെ കൊടുത്താലും റേറ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. 2030 ICയുടെ ഡേറ്റാ ഷീറ്റ് പ്രകാരം 4 ohmsൽ അറൗണ്ട് 14 വാട്ട്സാണ് ഇതിൻ്റെ RMS ഔട്ട്പുട്ട് വരുന്നത്. മറ്റൊരു കാര്യം, ഇതിലേക്ക് വേണ്ടുന്ന ഇൻപുട്ട്സ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കാണാം FL, FR, SL, SR, സെൻറ്റർ, ഗ്രൗണ്ട്. ഓക്കെ, ഓരോ ICയിലേക്കും വരുന്ന ഇൻപുട്ട്സ് എല്ലാം ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അതിനും ഒരു കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെയൊക്കെ കൂടെ വരുന്ന ഒരു സെയിം ടൈപ്പ് സെയിം ക്വാളിറ്റി ഉള്ള വയറാണ്, കണക്ടറാണ്. ഓക്കെ, അത്യാവശ്യം ലെങ്ത് ഉള്ള വയറുമാണ്. നിങ്ങളൊരു കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയർ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ വയറെടുത്ത് നേരെ നമ്മുടെ മാസ്റ്റർ കൺട്രോളിലേക്ക് അങ്ങ് സോൾഡർ ചെയ്താൽ മതിയാവും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ബാക്ക് സൈഡിലും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെൻറ്റർ, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്. ഈ കാണുന്ന പോയിന്റിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നുമാണ് നമ്മൾ ലൈൻ എടുത്ത് സ്പീക്കറിലേക്ക് കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ ഒരു സെയിം സർക്യൂട്ടിൽ തന്നെ 7805 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്റർ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന 5 എണ്ണം IC ആണ്. ആൻഡ് ലാസ്റ്റ് കാണുന്നത് 5 വോൾട്ട് റെഗുലേറ്റർ ആണ്. 5 വോൾട്ട് റെഗുലേറ്റഡ് സപ്ലൈ എടുക്കാൻ വേണ്ടിയും ഒരു കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ USB മൊഡ്യൂളിലേക്ക് ഈ ഒരു 5 വോൾട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ LED ബൾബൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ 5 വോൾട്ട് എടുക്കാം. ഇനി അതല്ലെങ്കിൽ 5 വോൾട്ട് റെഗുലേറ്റർ മാറിയിട്ട് ഒരു 7812 റെഗുലേറ്റർ ഇട്ടുകൊണ്ട് 12 വോൾട്ട് സപ്ലൈയും എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഹീറ്റ് സിങ്ക് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഫാനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ PCBയുടെ ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ PCB തിക്നെസ് കുറവുള്ള PCB ആണ് ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ബാക്കി പ്രിൻറ്റിങ്ങും മാസ്കിങ്ങും ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 സൈഡിലും ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിനിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഫിക്സ് ചെയ്യാം. ഈ ഒരു ടൈപ്പിൽ തന്നെ സ്പേസർ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹീറ്റ് സിങ്ക് ഡ്രിൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും ക്യാബിനിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കാവുന്നതാണ്. യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ്സ് നോക്കുവാണെങ്കിൽ
അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള കമ്പോണൻസ് തന്നെയാണ്. പിന്നെ ഐ സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഐ സി അല്ല, ഇത് മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞ ഐ സിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രൈസിങ്ങും അതനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഔട്ട്പുട്ട് ക്വാളിറ്റി നോക്കിയാൽ വലിയ മാറ്റമൊന്നുമില്ല. അത്യാവശ്യം ഭേദപ്പെട്ട ഔട്ട്പുട്ട് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. സെയിം ബ്രാൻഡിൻ്റെ കുറേ ബോർഡുകൾ നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം ഉള്ള പോലെ തന്നെ ഇതിലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ബോർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂടിയ 2030 ഐ സിയോ അല്ലെങ്കിൽ ഇനി 2050 ഐ സി വേണമെങ്കിലും ഈ ഒരു സെയിം ബോർഡിൽ തന്നെ നമുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ ഒരു ബോർഡിൻ്റെ ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ 14 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അതുപോലെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ്, അതായത് ആ ഒരു ഹീറ്റ് സിങ്കിൻ്റെ ഹൈറ്റ് വരുന്നതും 5 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ ബോർഡ് തന്നെയാണ്. ഒരു 17 mm ഹൈറ്റ് വരുന്ന ചെറിയ 5.1 ക്യാബിന് പോലും ഈസി ആയിട്ട് ഇത് വെച്ച് അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് സെക്ഷൻ 5 വോൾട്ട് എടുക്കാൻ, അതുപോലെ പവർ സപ്ലൈക്കൊക്കെ വേണ്ടി കണക്റ്റേഴ്സ് വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നിപ്പം സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് മാത്രമേ സോൾഡറിങ് വരുന്നുള്ളൂ. ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയിൽ താഴെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി സിയുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഐ സി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം അതനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, പ്രൈസ് കൂടും. ഇത് നമ്മളിപ്പം ഓൾറെഡി ചെക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.